ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഒഴിച്ചേറിയാണേ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ടേസ്റ്റി കറി റെഡിയാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീൻകറിയൊക്കെ വെല്ലുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ കൊല്ലം അഞ്ചലിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീട് ട്രിവാൻഡ്രം വർക്കലയാണ്. അവിടെ ഏതായാലും ഈ ഒരു കറി അത്ര പോപ്പുലർ അല്ല. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ പുതിയ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫൈ ആകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇത് ചട്ടിയിലാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാരണം ഇതൊരു തനിനാടൻ കറിയാണല്ലോ. അപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ അമ്മമാരൊക്കെ മീൻകറി ഇല്ലാത്ത ടൈമിലൊക്കെ ഊണിന് പെട്ടെന്ന് ഒരുക്കുന്നൊരു കറിയാണ്. അപ്പോൾ അത് ചട്ടിയിലേക്ക് ആദ്യം ഒരു 10 ചുവന്നുള്ളി മുറിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ചുവന്നുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി തീരെ നിവർത്തിയില്ലെങ്കിൽ ഒരു പകുതി സവാള ചേർത്താലും മതി. ഇനി 2 വലിയ തക്കാളി മുറിച്ചത്, 2 പച്ചമുളക്, ഇനി ഇതേ ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസ് ആയത് ഒരുപാടൊന്നും ചേർക്കരുത്. അതുപോലെ തന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ അതുപോലത്തെ ഒന്നും ചേർക്കണ്ട. നമ്മുടെ ഈ നാടൻ പച്ചക്കറി ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അച്ചിങ്ങ പയറോ ചേനയോ ചേമ്പോ അങ്ങനെ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല. ഇനി ഒരു ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്കൊരു ഇത്തിരി തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ തിരുമിയത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇത് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ മുരിങ്ങക്കായും പിന്നെ ഇത് 1/2 പകുതി കൂടി മുറിച്ച് 2ആയിട്ട് കീറി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2ആയിട്ട് നെടുകെ മുറിച്ച് ചേർക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുരിങ്ങക്ക മാക്സിമം ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ മുരിങ്ങക്ക വെന്ത് വരാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. അതാണ് ആദ്യം ചേർക്കാതെ നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം മുരിങ്ങക്കായോട് ഇപ്പം നമ്മൾ ചേർത്ത മുരിങ്ങക്കായും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണേ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ മാത്രമാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കറിയുടെ തിക്നെസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൂടി ഒഴിക്കാം. അപ്പോൾ അത്രയാവുമ്പോൾ നമ്മുടെ കിടിലൻ തൊടുകറി റെഡിയാവും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മീൻകറിയോ ചിക്കനോ ഒക്കെ ഇല്ലാത്തപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുക. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഊണിനൊരു കിഡിലും കോമ്പിനേഷനും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.